മഞ്ചേരിയിലെ പി വി അൻവറിൻ്റെ വിശദീകരണ യോഗത്തിൽ പലരും എത്തിയത് ഡി എം കെയുടെ ഷാൾ ധരിച്ചുകൊണ്ടാണ്. ഡി എം കെയുടെ കൊടിയും ഷാളുമൊക്കെ നാടുകാണി ചുരമിറങ്ങി വന്നു എന്നുള്ളതൊരു കഥയാണ്. കാണാം നമുക്ക് എം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. நான் உன்னை விடமாட்டேன், நீ என் புன்னகை மன்னன். ആ ഡി എം കെയുടെ ഷാളാണല്ലോ. ഞങ്ങൾക്ക് കഴിയാവുന്ന സഹകരണം ഡി എം കെ തമിഴ്നാട് ഡി എം കെയോട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഷാളിട്ട് സുഖോട്ടനാണല്ലോ അത്. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കും. ഇതിപ്പോ ഡി എം കെക്കാര് മഞ്ചേരിക്ക് വന്നതോ സുഖോട്ടൻ തമിഴ്നാട്ടിൽ പോയോ? അതപ്പുറം പാക്കലയ്യാ. ഈ സൗണ്ട് എവിടെ കേട്ടതാണല്ലോ. ഞാന് എന്റെ നാട്ടില് പുതുസ് ഒരു പ്രശ്നമായിരിക്കില്ല, എല്ലാം ശരിതാണ്. കച്ചറ. മുഖ്യമന്ത്രിയുടെ ചിരിയുടെ പുകിൽ തന്നെ തീർന്നിട്ടില്ല. അപ്പൊ അത് അടുത്തത് തമിഴ് മട്ടും പേസും. നാണ് കേരളത്തിൽ വന്നത്, വെളിനാട്ടിൽ വന്നത്. മഞ്ചേരിയില് ചോപ്പും പച്ചയും കോൺഗ്രസിന്റെയും ബി ജെ പിന്റെയും ഒക്കെ കൊടി കണ്ട് പരിചയമുള്ളവര് ഈ ചോപ്പും കറുപ്പും ചേർന്ന കൊടിയും പിന്നെ അൻവർ ഖാന്റെ തമിഴും കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. പാണ്ഡിതൊരു അണ്ണന് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ചാവേർപ്പട. ഈ കൊടി നാടുകാണി വഴി മഞ്ചേരിയിൽ എത്തിയതിന്റെ പുറകില് ഒരു കഥ ഉണ്ട്. യുവാക്കള് വളരെ അപ്സെറ്റാണ്. അങ്ങനെ അപ്സെറ്റ് ആയിരിക്കണ അൻവർ ഖാന്റെ മുമ്പിൽ ഒരു ഏജൻസി വന്നു. ഈ വിദേശത്തേക്കൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പോലെ ഒരു ഏജൻസി. എല്ലാവർക്കും ഇപ്പൊ യു കെയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് യു കെക്കൊന്നും പോയില്ല. മെല്ലെ നാടുകാണി ചുരം കയറിയിട്ട് തമിഴ്നാട്ടിലൊന്ന് പോയി. ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റുകൾ മടിച്ചുകൊണ്ടിരിക്കും. അതായത് തമിഴ്നാട്ടിൽ കൂടെ ഉള്ള റൂട്ട് അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലായി. കാര്യങ്ങൾ മോശമാണ് അവിടെ. ഇനി എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടണല്ലടാ. ആരുടെ കാലില വീഴേണ്ടത്, ഏത് ദൈവത്തെ വിളിക്കേണ്ടത്, ഒരു രൂപമില്ല. ഈ തമിഴ്നാട് വഴിയുള്ള ഓപ്പറേഷന് ശരിക്കും എന്താ സംഭവിച്ചേ? എന്റെ കൂട്ടുകാരൻ അൻപൻ നാട്ടിൽ നിന്ന് വന്നതാ. പക്ഷെ സംഗതി ഇത്രത്തോളൊക്കെ ആയപ്പോഴേ സുഖേട്ടനും ടീമും ഒന്നും നോക്കിയില്ല, നേരെ കൊടിയെടുത്ത് റോട്ടിലിറങ്ങി. അങ്ങനെ സുഖേട്ടനും ടീമും മഞ്ചേരി കൂടെ കൊടിയും പിടിച്ച് ഇങ്ങനെ വിലസണ സമയത്താണ് ഒരു ഫോൺ വരുന്നത്. ഭയങ്കര റെസിസ്റ്റൻസ്. സംഗതി നൈസായിട്ടൊന്ന് പാളി. இங்கு முதலமைச்சராக இருந்த பினராயி விஜயன் குறித்து தமிழ்நாட்டு பத்திரிகைகள் எல்லாம் பாராட்டி எழுதின. அந்த வகையில் எனக்கு வழிகாட்டும் முன்னோடி முதலமைச்சராக அவர் இருந்தார். ഒരു പ്രശ്നമായിരിക്കില്ല, എല്ലാം ശരിതാണ്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ. അൻവർ ഏതായാലും പറച്ചില് തമിഴ്ക്കാക്കിക്കണ്. ഇനിയിപ്പോ മറുപടി പറയണോല് ഏത് ഭാഷയിലാണ് മറുപടി പറയാന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. തമിഴ് പുരിഞ്ഞ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്.